ഐഷാന്റെ റൂം എന്ന് പറയുന്നത് ഈ പച്ചക്കുബ്ബൻ്റെ താഴെയാണ്. എന്നാൽ പച്ചക്കുബ്ബ എന്ന് പറയുമ്പോൾ നമ്മൾ സങ്കല്പത്തിൽ അതെന്താണ്, നമ്മുടെ വീടിൻ്റെ ഒരു റൂമിൻ്റെ സൈസ്. നമ്മളെല്ലാവരും കുബ്ബ കണ്ടിട്ടുണ്ട്, മസ്ജിദ് നബവിയിൽ പച്ചക്കുബ്ബ കണ്ടിട്ടുണ്ട്. എന്നാൽ ഈ കുബ്ബ എങ്ങനെയാണ് വരുന്നത്, ഏത് കാലഘട്ടത്തിലാണ് വരുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് കുബ്ബ ഉണ്ടായിട്ടുണ്ടോ? കുബ്ബയുടെ വളർച്ച എങ്ങനെയാണ്? ഓരോ കാലത്ത് കുബ്ബ വരാനും കുബ്ബ വന്നത് എങ്ങനെയാണ്, കളർ വന്നത് എങ്ങനെയാണ്, ഈ ഒരു ചരിത്രമാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീടാണിത്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിന്റെ കോർട്ട്യാർഡിലാണ് എന്തുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറുള്ളത്. അതിന് പുറത്ത് എന്തുണ്ട്, ഒരു ചുറ്റുമതിലുണ്ട്. ഓക്കെ, അതിന്റെ പുറത്ത് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാ 5 മൂലയിൽ ഒരു വലിയ മതിലുണ്ടാക്കി. ഈ മതിലിനൊരു പ്രത്യേകതയുണ്ട്, ഇതിന് ഡോറില്ല, ജനലില്ല. എന്ന് വെച്ചാൽ ഹിജ്റ 91 ശേഷം അങ്ങോട്ടേക്ക് ഒരാൾക്ക് ആക്സസ് ഇല്ല. നമ്മുടെ നാട്ടിൽ നബിന്റെ ഖബറിന്റെ ഫോട്ടോ അടക്കമുണ്ട്. ഒന്ന് നമ്മൾ പറഞ്ഞത് ആയിഷ റളിയല്ലാഹു കോട്ടയാടിലാണ് ഖബറുള്ളത്. അതിന്റെ പുറത്ത് വീട്, അതിന്റെ പുറത്തൊരു ചുറ്റുമതില്, ആ ചുറ്റുമതിലിന് ചുറ്റും ഒരു കർട്ടൻ ഉണ്ട്. അതിന്റെ പുറത്ത് വലിയ ഗ്രിൽസ് ഉണ്ട്. ഈ ഗ്രിൽസിന്റെ പുറത്താണ് നമ്മൾ കാണുന്ന എന്താ പറയല്, നമ്മളിപ്പോ സലാം പറയാൻ, ആണുങ്ങൾ സലാം പറയാൻ പോവാ ഈ ഒരു വഴിയിലൂടെയാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും, സലാം പറയാൻ പോവാണ്, റൗളയിൽ നിസ്കരിക്കുന്ന സ്ഥലം ഇതാണ്. അപ്പൊ നമ്മൾ നിസ്കരിക്കുമ്പോൾ അല്ലെങ്കിൽ സലാം പറയുമ്പോഴേക്ക് നമ്മൾ എന്ത് ചെയ്യും, നബീന്റെ ഖബർ കാണുമെന്ന് ഇങ്ങനെ നമ്മൾ ഹോൾസെയിൽ അധികം ആൾക്കാർ ട്രൈ ചെയ്യും. കാണും, നമുക്ക് എന്ത് കാണൂല, ഖബർ കാണൂല, മറിച്ച് നമുക്ക് കാണുന്നത് ഈ ഒരു കേർട്ടൺ ആണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാ നിർമ്മിച്ച ഈ 5 മൂലയുള്ള മതിലിന് പുറത്തായിട്ട് ഒരു കേർട്ടൻ ഉണ്ട് നമ്മൾ പറഞ്ഞു. ആ കേർട്ടന് പുറത്തായിട്ട് മംലൂക്ക് രാജവംശത്തിലെ സാഹിർ എന്ന രാജാവ് ഹിജ്റ 668 ഒരു മക്സൂറ പണിയുന്നുണ്ട്, ഒരു ചുറ്റുമതിൽ പണിയുന്നുണ്ട്, ഒരു ഗ്രിൽസ് പണിയുന്നുണ്ട്. പിന്നീട് ഹിജ്റ 678 ആണ് ആദ്യമായി സുൽത്താൻ ഖലാവൂൻ സാലിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹുജ്റക്ക് മുകളിലായിട്ട് ഒരു കുബ്ബ ഉണ്ടാക്കുന്നത്. ആ കുബ്ബ മരത്തിന്റെ കുബ്ബയായിരുന്നു, മാത്രമല്ല അത് സിൽവർ അല്ലെങ്കിൽ വെളുത്ത കളറിലായിരുന്നു. പിന്നീടുണ്ടായ ഒരു തീപിടുത്തത്തിൽ അത് കത്തി നശിക്കുമ്പോൾ അദ്ദേഹം അത് പുനർനിർമ്മിക്കുകയും അദ്ദേഹത്തിന്റെ മകൻ അത് ഭംഗിയാക്കുകയും ചെയ്യുന്നുണ്ട്. ശേഷം വന്ന സുൽത്താൻ ഖൈത്തുബായി ഈ മക്സൂറയുടെ മുക്കാഭാഗം ഉൾക്കൊള്ളുന്ന ആ ഒരു രീതിയിൽ ഒരു വലിയ കുബ്ബ ഉണ്ടാക്കുന്നു. ആ കുബ്ബയ്ക്ക് പച്ച കളർ കൊടുക്കുകയാണ് പിന്നീട് വന്ന തുർക്കികൾ ചെയ്യുന്നത്. ഇനി പറയും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട് ഈ കുബ്ബയുടെ എത്ര ഭാഗമാണ്? ലൈസൽ ഗിന അൻ കസ്റത്തിൽ അറദ്. ഐശ്വര്യം എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകുന്നതിലല്ല, ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകുന്നതിലല്ല. വലാകിന്നൽ ഗിന, ഐശ്വര്യം എന്ന് പറയുന്നത് ഗിന നഫ്സ്, ഹൃദയത്തിൽ ഉണ്ടാകേണ്ടതാണ്.